അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും ഫോക്കസ് ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറബിക് PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഫോക്കസ് അക്കാദമി ഒരുക്കിയ ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു ചർച്ചയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് നേരെ ചർച്ചയിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോ ഈ അടുത്ത് കോഴിക്കോട് അടക്കം 3-4 ജില്ലകളിൽ അറബിക് LP-യുടെ PSC വന്നിട്ടുണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയോ? അതെ, PSC LP അറബിക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ചോദിച്ചത്. നമുക്കറിയാവുന്ന പോലെ PSC ഈ ഒരു ജൂൺ അതേപോലെ തന്നെ ഓഗസ്റ്റ് ഇതിനിടയിൽ ഇതുവരെ അറബിക്കിൽ അപ്ലൈ ചെയ്ത LP അതുപോലെ തന്നെ HSA, HSST ഈ 3 എക്സാമുകളും നടക്കുമെന്നാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോ ഇവിടെ തന്നെ എറണാകുളം അതുപോലെ തന്നെ ഒരു കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിലേക്ക് മിക്കവാറും അറബിക് കാൻഡിഡേറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ള ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കിന്റെ എക്സാം എന്തായിരുന്നാലും ഈ ഒരു ജൂണിന്റെയും ഓഗസ്റ്റിന്റെയും ഇടയിൽ മിക്കവാറും ഓഗസ്റ്റ് മാസത്തിലായിരിക്കും LP അറബിക് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും ഇതിനിടയിൽ നടക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോ സിസ്റ്റമാറ്റിക് ആയി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ചാൻസ് ആണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. പിന്നെ LP അറബിക് എക്സാം നമ്മൾ എന്തൊക്കെ ഏരിയകളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്? ഓക്കെ, വളരെ നല്ലൊരു ചോദ്യമാണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും നമ്മൾ ഏത് ഏരിയയാണ് പഠിക്കേണ്ടത് അഥവാ സിലബസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പക്ഷെ ഈ ഒരു LP അറബിക് PSCയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സിലബസ് നമുക്ക് പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2021 അതുപോലെ തന്നെ അതിനു മുമ്പ് നടന്ന എക്സാമുകൾക്കൊന്നും പ്രത്യേകമായ സിലബസ് പറയുന്നില്ല. മറിച്ച് എന്താണോ അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിൽ നമ്മൾ കഴിവിൻ പരമാവധി അവഗാഹം നേടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ സിലബസ് എന്ന് പറയുന്നത്. എന്നാലും ഫോക്കസ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നിന്ന് അതിന്റെ ക്വസ്റ്റ്യനൊക്കെ വന്ന പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ തന്നെ നിലവിൽ HSST, HSA ഇവയുടെ സിലബസും മനസ്സിലാക്കി നമ്മൾ ഇവിടെ മൊത്തത്തിൽ നൽകുന്ന കോഴ്സുകൾക്കൊക്കെ സ്വീകരിക്കുന്ന ഒരു സിലബസ് അത് ഒന്ന് പരിചയപ്പെടുത്താണ്. ഈ രൂപത്തിൽ ആര് തന്നെ റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിലും അവർക്ക് കൃത്യമായി ഈ ഒരു എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒന്നാമതായി താരീഖുൽ അദബുൽ അറബി, അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് അതിന്റെ ചരിത്രം, അത് ജാഹിലി കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് ആധുനിക കാലഘട്ടം വരെയുള്ള എല്ലാ കാലഘട്ടത്തിലെയും ലിറ്ററേച്ചറിന്റെ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ അറബിക് ഗ്രാമർ, ഇൽമുൻ നഹ്വ്, അതുപോലെ മൂന്നാമത്തെ ഭാഗം ഇൽമുൽ ബലാഗ വൽ അറൂൽ വൻ നഖദ് എന്ന് പറയുന്ന ഏരിയയാണ്. എന്ന് വെച്ചാൽ റിട്ടോറിക്, പ്രോസഡി, ക്രിറ്റിസിസം ഇവ മൂന്നും മിക്കവാറും ഒരു മൊഡ്യൂൾ ആയിട്ടാണ് നമുക്ക് എല്ലാ സിലബസുകളിലും ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ലിറ്ററേച്ചറിൽ വളരെ പ്രധാനമാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ, അൽ അദബുൽ അറബി അൽ ഹിന്ദി. അതിൽ നമ്മൾ കേരളത്തിലാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ലിറ്ററേച്ചർ കൂടെ ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അൽ അദബുൽ അറബി ഫി കേരള എന്നുള്ള ഭാഗം. പിന്നെ ടീച്ചിങ് മെത്തഡോളജിയാണ്, തുറുഖു തദ്രീസ്, അറബിക് പെഡഗോജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മൾ 5 മുതൽ 10 വരെയുള്ള കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ പാഠപുസ്തകവും അധ്യാപകരുടെ ഹാൻഡ് ബുക്കും, അതാണ് കിതാബു ദാരിസി വൽ മുദരിസ്, ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ട്രാൻസ്ലേഷൻ വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ എങ്കിലും ട്രാൻസ്ലേഷൻ സിമ്പിളായ ഏരിയയാണ്, ആ ഒരു ഏരിയ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ മൊത്തത്തിൽ അറബ് ലോകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറബിക് GK അൽ മഅലൂമാത്തുൽ ആമ്മ എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ കാല കോമ്പറ്റേറ്റീവ് എക്സാമുകളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഈ ഒരു സിലബസ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്.
ഓക്കെ, താങ്ക് യു സർ. അതുപോലെ തന്നെ നമ്മുടെ ബലാഗയിൽ നിന്നും അദബിൽ നിന്നൊക്കെ വരുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിന് ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിലിപ്പോ ഇൽമുൽ ബലാഗയുമായി ബന്ധപ്പെട്ട് അതേപോലെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാം കൂടെ ഒന്നും പറയാൻ സാധിക്കുകയില്ലെങ്കിലും ഇപ്പോ ഇൽമുൽ ബലാഗയിൽ നിന്ന് കഴിഞ്ഞ LP എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ അൽ ഇബാറത്തു മിസാലുൻ ലി എന്നാണ് ഇവിടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് ഓപ്ഷനിൽ അത്തൗരിയ, അത്തിബാഖ്, അൽ മുഖാബല, അൽ ജിനാസ്, ഇതാണ് ചോദ്യം. അപ്പൊ ഇതില് ഈ ഒരു ആയത്ത് എന്തിനുള്ള ഉദാഹരണമാണ് എന്നാണ് ഇവിടെ ചോദ്യം. ആൻസർ മുഖാബലയാണ്. അപ്പൊ ഇവിടെ യുസ്ർ അതേപോലെ തന്നെ ഉസ്ർ, യുരീദു, ലാ യുരീദു എന്ന് വെച്ചാൽ ഒരു വാചകത്തിൽ തന്നെ രണ്ട് ആശയങ്ങൾ അല്ലെങ്കിൽ രണ്ടിലധികം ആശയങ്ങളും അതിന്റെ ഓപ്പോസിറ്റും കൊണ്ടുവരുന്നതിനാണ് മുഖാബല എന്ന് പറയുക. ഇൽമുൽ ബലാഗ പ്രധാനമായും 3 ഭാഗങ്ങളാണ്. അപ്പൊ അതില് വളരെ എളുപ്പമുള്ളതും നമ്മുടെ അറബിക് കോമ്പറ്റിറ്റീവ് എക്സാമുകളിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയയുമായ ഇൽമുൽ ബദിയഉമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായി ഈ ഭാഗങ്ങളൊക്കെ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതാണ് ഇൽമുൽ ബലാഗയിൽ നിന്നുള്ള ചോദ്യം. ഇനി ലിറ്ററേച്ചറിൽ നിന്നുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. സിമ്പിളായ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇനിയുള്ള കോമ്പറ്റിറ്റീവ് എക്സാമുകളിൽ നമ്മൾ ഈ രൂപത്തിൽ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന പോലെ ഒരു ചോദ്യമാണ് എക്സാമിന് വരുന്നതെങ്കിലും അത് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചോദ്യവും നമുക്ക് അവഗണിച്ചുകൂടാ. ഇപ്പൊ ഇവിടെ യഖ്തരി തസ്രീഹ് അൽ ഖാത്തി അൻ ബദീഇ സമാൻ അൽ ഹമദാനി എന്നാണ് ചോദ്യം. അറബി സാഹിത്യത്തിൽ പ്രശോഭിതമായ കാലഘട്ടമാണ് അബ്ബാസി കാലഘട്ടം. ആ കാലഘട്ടത്തിലെ നസറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. അവിടെ ബദീഉ സമാൻ അൽ ഹമദാനി അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തു. കാന ബദീഉ സമാൻ അൽ ഹമദാനി റായിദു ഫന്നിൽ മഖാമാത്ത്, ആഷൽ ഹമദാനി ഫിൽ അസ്രിൽ ഉമവി, ലഹു അക്സർ മിൻ 50 മഖാമ, ഈസ ഇബ്നു ഹിഷാം ഹുവ ബത്ലു മഖാമാതി. എന്നിട്ട് ഇപ്പുറത്തെ ഓപ്ഷനിൽ നിന്ന് നമ്മൾ ഏതാണ് അതിൽ തസ്രീഹുൽ ഖാത്തി ആണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഓപ്ഷൻ എ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബി 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, സി 2, 3 സ്റ്റേറ്റ്മെന്റുകൾ, ഡി 2, 4 സ്റ്റേറ്റ്മെന്റുകൾ. ഇതിൽ ഏതാണ് തെറ്റായത് എന്നാണ് ചോദ്യം. അപ്പോ നമുക്ക് ആൻസറിലേക്ക് പ്രവേശിക്കാം. ഇതിലിപ്പോ നമുക്കറിയാവുന്ന പോലെ ഖാത്തി എന്നുള്ളിടത്ത് നമ്മൾ അടിവരയിടണം. കാരണം തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതില് 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് കാന ബദീഉ സമാൻ അൽ ഹമദാനി റായിദു ഫന്നിൽ മഖാമാത്ത്. അപ്പൊ അതില് അബ്ബാസി കാലഘട്ടത്തിലെ ഗദ്യ സാഹിത്യത്തിൽ അൽ മഖാമാത്ത് എന്നുള്ള ആ ഒരു ഫന്ന് വന്നത് അബ്ബാസി കാലഘട്ടത്തിലാണ്. അതിന്റെ റായിദായി അറിയപ്പെടുന്നത് ബദീഉ സമാൻ ഹമദാനിയാണ്. അപ്പൊ അത് ശരിയാണ്. 2ാമത്തത് ആഷൽ ഹമദാനി ഫിൽ അസ്രിൽ ഉമവി എന്നാണ്. ഉമവി കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അത് തെറ്റാണ്. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഹിജറ 358 മുതൽ 398 വരെയാണ്. ഉമവി കാലഘട്ടം അവസാനിക്കുന്നത് ഹിജറ 132-ലാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെയോ ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ലഹു അക്സർ മിൻ 50 മഖാമ എന്നാണ്. അപ്പൊ അത് ശരിയാണ്. കാരണം അദ്ദേഹത്തിന് 50-ലധികം മഖാമുകൾ ഇപ്പോ നിലവിൽ തന്നെയുണ്ട്. 400ഓളം മഖാമുകൾ എഴുതിയ ആളാണ്. അതിൽ 50ഓളം മഖാമുകൾ, 50-ലധികം മഖാമുകൾ ഇപ്പോ നിലവിലുണ്ട് എന്നുള്ളത് ശരിയാണ്. പിന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈസ ഇബ്നു ഹിഷാം ഹുവ ബത്ലു മഖാമാതിഹി എന്നുള്ളതാണ്. അത് തെറ്റാണ്. കാരണം ഈ ഒരു മഖാമയുടെ റാവിയാണ് യഥാർത്ഥത്തിൽ ഈസ ഇബ്നു ഹിഷാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മഖാമയുടെ ബത്ല് അബുൽ ഫതഹ് അൽ ഇസ്കന്ദരി എന്ന് പറയുന്ന ആളാണ്. അപ്പോ ഇത്രയും സിമ്പിളായി നമുക്ക് ഈ ആൻസർ ചെയ്യാൻ സാധിക്കും നമ്മൾ പഠിക്കുകയാണെങ്കിൽ. ഇതേ രൂപത്തിലാണ് നമ്മൾ ഏതൊരു ആൻസറിനെയും സമീപിക്കേണ്ടത് ലിറ്ററേച്ചറിലെ എന്നുള്ളത് കൂടെ ഉണർത്തുകയാണ്. ശുക്രൻ ജസീല. അപ്പൊ സാർ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നമ്മുടെ ഈ PSCയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അത് നമ്മൾ എത്രത്തോളം നോക്കേണ്ടി വരും? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചോദിച്ചത്.
PSCയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ് ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചർ. നമുക്കറിയാം LP UP പോലത്തെ എക്സാമുകൾക്ക് 20 ക്വസ്റ്റ്യൻസ് GK ഇംഗ്ലീഷിലായിരിക്കും നോർമൽ ക്വസ്റ്റ്യൻ വരിക. ബാക്കി 80 ക്വസ്റ്റ്യൻസ് ആണ് അറബിക്കിൽ വരിക. ഈ അറബിക്കിൽ നിന്ന് തന്നെ നഹ്വ് ബലാഗ ഒക്കെ കഴിഞ്ഞാൽ ലിറ്ററേച്ചറിൽ നിന്ന് നോർമലി ഒരു 40-45 ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൽ നിന്നും ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്നും വരാറുണ്ട്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ കേരള ഏരിയയിൽ നിന്നും വരും, അതുപോലെ കേരളത്തിന്റെ പുറത്തുനിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചും ചോദിക്കാറുണ്ട്. നമുക്കറിയാം PSCയുടെ ഓരോ ക്വസ്റ്റ്യൻസും വിലപ്പെട്ടതാണ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. 2021 നടന്ന ചില എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി കേരളത്തിൽ നിന്നും എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. 4 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അതിൽ ഏതാണ് തെറ്റ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. തുഹ്ഫത്തുൽ മുജാഹിദീൻ അവൽ കിതാബ് ഫി താരിഖി കേരള. കേരള ചരിത്രത്തിലുള്ള ആദ്യ കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നു. ബായിൽ പറയുന്നത് തുഹ്ഫത്തുൽ മുജാഹിദീൻ അതിന്റെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം അൽ അവലാണെന്ന് പറയുന്നു. ജീമിൽ പറയുന്നത് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയിൽ ചർച്ച ചെയ്യുന്നത് അനിൽ ഇസ്തിഅമാൽ ഇൻജിലീസി ഫി മലബാർ, കേരളത്തിൽ മലബാറിൽ ഇംഗ്ലീഷുകാരുടെ അധിനിവേശത്തിനെ കുറിച്ചാണെന്ന് പറയുന്നു. എന്നാൽ ദാൽ പറയുന്നത് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി ഷാഹിദുൻ അയ്യാൻ, ഒരു ഐ വിറ്റ്നസ് ആണ്. കിതാബ്, ഈ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളുടെ ഒരു ഐ വിറ്റ്നസ് ആണ്. നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു അന്നത്തെ ചരിത്രത്തിന്റെ ഒരു കണ്ണാടിയാണ് എന്ന് പറയാൻ പറ്റും. അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഈ 4 പോയിന്റിൽ 4 സ്റ്റേറ്റ്മെന്റിൽ തെറ്റായത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്കറിയാം ഇവിടെ തെറ്റായത് ബാഉം ജീമുമാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ സൈനുദ്ദീൻ മഖ്ദൂം അവലിൻ്റെതല്ല, പിന്നെ ആരുടേതാണ്? സൈനുദ്ദീൻ മഖ്ദൂം അസാനിയുടേതാണ്. അപ്പോൾ ബാ തെറ്റാണ്. ജീമോ? ജീമ് PSCയുടെ പല എക്സാമിനും ചോദിക്കുന്നതാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ കേരളത്തിലേക്ക് ആര് വന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന്. നമുക്കറിയാം പോർച്ചുഗീസുകാർ വരുന്നതിനെ കുറിച്ചാണ് തുഹ്ഫത്തുൽ മുജാഹിദീനിൽ പ്രതിപാദിക്കുന്നത്. അപ്പോ ഇംഗ്ലീഷുകാർ വരുന്നതിനെ കുറിച്ചല്ല. നമുക്കറിയാം സൈനുദ്ദീൻ മഖ്ദൂം അവലും സാനിയും ഒക്കെ വഫാത്തായതിന്റെ ശേഷമാണ് ഇംഗ്ലീഷുകാർ 1600 ശേഷം ഇന്ത്യയിലേക്ക് വരുന്നത്. 16-ാം നൂറ്റാണ്ടിൽ തന്നെ 1600 മുമ്പ് തന്നെ സൈനുദ്ദീൻ മഖ്ദൂം വഫാത്താവുന്നുണ്ടെങ്കിൽ അദ്ദേഹം വഫാത്തായതിന് ശേഷമാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. എന്നാൽ പോർച്ചുഗീസുകാർ 1498 തന്നെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് മറ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കേരള ലിറ്ററേച്ചറിൽ നിന്ന് തന്നെ വന്ന ലാ ജിബായത്ത് അലി അർദില്ല, ഈ വാക്ക് പറഞ്ഞത് ആര്? വളരെ പ്രശസ്തരായ 4 പേരെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കറിയാം അൽ ഖാദി ഉമർ. നമ്മുടെ PSCയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഖാദി ഉമറിൻ്റെതാണ് ലാ ജിബായത്ത് അലി അർദില്ല എന്ന വാക്ക്. നികുതി നിഷേധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു വാക്കാണ് ലാ ജിബായത്ത ലി അർദില്ല. ഖാദി ഉമറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൃതികളും അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അവസാനം നടന്ന 2021 നടന്ന PSC അറബിക് ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ്. 2021 നടന്ന PSC അറബിക് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഹാദൽ കിതാബു ലി അബുൽ ഹസൻ അലി അൻ-നദ്വി. അബുൽ ഹസൻ അലി അൻ-നദ്വിയുടെ ഒരു കൃതിയാണ്. അത് സിൽസിലത്തു മിനൽ മുഹാദറാത്ത്, ലെക്ചേഴ്സിന്റെ ഒരു സിൽസിലയാണ്. അല്ലത്തി അൽഖഹ ബി ജാമിഅത്തി ദിമിഷ്ക്.
1956 അബുൽ ഹസൻ അലി നദ്വി ദിമിഷ്ക് സന്ദർശിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം നടത്തിയ ലെക്ചേഴ്സിന്റെ ഒരു സീരീസ് ആണ് ഈ കൃതിയിൽ പറയുന്നത്. ഏത് കൃതിയെക്കുറിച്ചാണ് ഇങ്ങനെ പറയപ്പെടുന്നത്? നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഇവിടെ ആൻസർ റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്ന കൃതിയെക്കുറിച്ചാണ്. ഞാൻ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉദാഹരണത്തിന് കൊടുത്തത്. ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചറിന്റെ, പ്രത്യേകിച്ച് കേരള അറബിക് ലിറ്ററേച്ചറിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ ഉദാഹരണമായി പറഞ്ഞത്. ഇനി ഇന്ത്യയിലും കേരളത്തിലും വന്ന അറബിക് കൃതികളുടെ ട്രാൻസ്ലേഷൻസ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ഏരിയയിൽ നിന്നും വരാറുണ്ട്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. സർ, ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ കഴിഞ്ഞ 2021 LP, UP, HS ഈ എക്സാമുകളിലൊക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോ ഈ ഫോക്കസിലെ കുട്ടികള് ഒരുപാട് പേര് അതിന്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ തുടർന്നും ഇനി ഈ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫോക്കസിന്റെ ഈ ഒരു ഹെൽപ്പ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. ഫോക്കസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കേട്ടറ്റ്, സെറ്റ്, PSC അതുപോലെ തന്നെ നെറ്റ്, ഈ ഏരിയയിലൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി വളരെ വ്യവസ്ഥാപിതമായ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ, അടുത്ത തിങ്കളാഴ്ച നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോഴ്സിന്റെ രൂപം ഏതൊരു കോഴ്സായിരുന്നാലും അത് വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് നൽകാറുള്ളത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ലൈവ്, അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് രണ്ടും നൽകുന്നുണ്ട്. ഇപ്പോൾ ലൈവായി പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കൂടി എക്സാം വരെ ഏത് സമയത്ത് കേൾക്കാവുന്ന രൂപത്തിലും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി വിലയിരുത്താൻ മോഡൽ ടെസ്റ്റുകൾ വളരെ പ്രധാനമാണ്. മോഡൽ ടെസ്റ്റുകൾ നൽകുന്നു. പിന്നെ ഏതൊരു വിദ്യാർത്ഥികൾക്കും ഇടക്കിടക്ക് മോട്ടിവേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടക്ക് മോട്ടിവേഷൻ സെഷൻസ് നൽകാറുണ്ട്. അതുപോലെ അറബിക്ക് മാത്രമല്ല, അറബിക്കിൽ നമുക്ക് 20 മാർക്കിന് GK വരുന്നു. ആ ഒരു ഭാഗത്ത് നിന്നും വിശദമായ ക്ലാസ്സുകൾ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ബാച്ചാണ് ഇൻഷാല്ലാ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത്. ആർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും PSC ലഭിക്കും എന്ന് നമ്മൾ പറയുന്നതിലപ്പുറം കോഴ്സ് ഉപയോഗപ്പെടുത്തുന്ന ആർക്കും ഇൻഷാല്ലാ അവരുടെ റിസൾട്ടിൽ അത് പ്രതിഫലിക്കും എന്നുള്ളത് തീർച്ചയാണ്. എല്ലാവർക്കും ഫോക്കസ് അക്കാദമിയിലേക്ക് കൃത്യമായ സ്വാഗതം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാനാണ് ഫോക്കസ് അക്കാഡമി ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്യാം. മറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ലഭ്യമാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.